മാന്യപ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ ഈ പഞ്ചായത്തിന്റെ ഭരണത്തെ നയിക്കുവാൻ പ്രാപ്തിയും അതുപോലെ തന്നെ പ്രായോഗിക പരിജ്ഞാനവും വലിയ സമ്പത്തുമൊക്കെയുള്ള നമ്മുടെ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിനകത്ത് അതുപോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് അതുപോലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും ഇടതുപക്ഷം ജനാധിപത്യം വേണ്ടി അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ ഞാനിവിടെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. വാർഡ് 1 കുരുവിക്കാവ് വാർഡ് നമ്മുടെ മേഖലക്കാവ് മേഖലയിലുള്ള വാർഡാണ്. സഖാവ് ഓ ശോഭ നമ്മുടെ സെക്രട്ടറിയാണ്. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തൊഴിലുറപ്പ് മേഖലയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും മുൻനിരയായിട്ടുള്ള ഒരു സഖാവാണ് സഖാവ് ഓ ശോഭ. കഴിഞ്ഞ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 10-12 വർഷക്കാലമായി അവിടുത്തെ ഏരിയസിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെയായി ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഏറ്റവും ശ്രദ്ധയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകയാണ് സഖാവ് മേഖലക്കാവ് വാർഡിൽ നിന്നുള്ള സഖാവ് പഞ്ചമം സുരേഷ്. അദ്ദേഹം നിങ്ങൾക്ക് ഒരു കുടുംബമല്ല. അദ്ദേഹം കഴിഞ്ഞ 2 ടൈമിൽ ഈ പഞ്ചായത്ത് മെമ്പറായി ഏറ്റവും മികച്ച സേവനം അനുഷ്ഠിച്ചിട്ടുള്ള, അതുപോലെ മിൽക്കോ എന്ന നമ്മുടെ സംസ്ഥാനത്ത് മിൽമയെ പോലെ തന്നെ അറിയപ്പെടുന്ന ക്ഷീര സഹകരണ മേഖലയിലെ മിൽക്കോയുടെ പ്രസിഡന്റ് കൂടിയാണ്. അനുഗ്രഹീതനായ ഒരു കലാകാരൻ, ഒരു പാട്ടുകാരൻ കൂടിയാണ് സുരേഷിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഇന്ന് ആലത്തറമൂട് വാർഡ് നമ്പർ 4 ആലത്തറമൂട് വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് രംഗത്ത് സഹകരണ മേഖലയിലാണ്. ദീർഘകാലം അതിന് നേതൃത്വം നൽകി ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി അംഗം, അതുപോലെ ഈ പഞ്ചായത്തിൽ ഒരു തവണ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ തുടങ്ങിയ നിലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച് റിട്ടയർ ചെയ്തിട്ടുള്ള സഖാവ് വി വിജയകുമാറാണ് 4-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. 5-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് മുൻ പഞ്ചായത്ത് അംഗമാണ്. 5-ാം വാർഡ് കഴിഞ്ഞ നാളുകളിലെല്ലാം പലപ്പോഴും UDF-ന്റെ കുത്തക വാർഡായി കണക്കാക്കപ്പെടുന്നുവെങ്കിലും സഖാവ് വി ജ്യോതിലക്ഷ്മി ആ വാർഡിൽ നിന്ന് അനുവാദിച്ചിട്ട് വിജയിക്കുകയുണ്ടായി. സഖാവ് വി ജ്യോതിലക്ഷ്മി CDS-ന്റെ ചെയർപേഴ്സണാണ്. സഖാവ് വി ജ്യോതിലക്ഷ്മിയാണ് ഇപ്പോൾ ഈ തവണ നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് വി ജ്യോതിലക്ഷ്മി. അതുപോലെ വാർഡ് 6 സഖാവ് രജനി കർഷക സംഘം എന്ന കർഷക പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം കൊടുത്ത കർഷക സംഘത്തിന്റെ ചിറയൻകീഴ് മേഖലാ സെക്രട്ടറിയും ഏരിയ വൈസ് പ്രസിഡന്റും അതുപോലെ ഒരു നല്ല കർഷകയും ഒക്കെയാണ് 4-ാം വാർഡിൽ നിന്ന് നിരവധി ചേരുന്ന സഖാവ് രജനിയെ അനുവേദിയിലേക്ക് സ്വാഗതം. വാർഡ് 7 നിന്ന് മത്സരിക്കുന്നത് ദീർഘകാലം സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ DYFIയുടെ ചിറയൻകീഴ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി, അതുപോലെ തന്നെ സെക്രട്ടറിയായി, അതുപോലെ അതിനെ തുടർന്ന് സഹകരണ ജീവനക്കാരനായി, കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതാവായി ഒക്കെ പ്രവർത്തിച്ച വലിയകട വാർഡിൽ നിന്നും നിലവിൽ വരുന്ന സഖാവ് സുനിൽകുമാർ. വാർഡ് 8 സഖാവ് ബി സുധീറാണ്. സഖാവ് ബി സുധീർ DYFIയുടെ ഉജ്ജ്വലനായ പ്രവർത്തകനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ DYFIയുടെ പ്രവർത്തനത്തിനിടയിൽ ജയിൽവാസം അടക്കം അനുഭവിച്ച നമ്മുടെ 8-ാം വാർഡിൽ നിന്ന് നിലവിൽ തേടുന്ന സഖാവ് ബി സുധീർ അവിടുത്തെ പാർട്ടിയുടെ മുൻ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി കൂടിയായിരുന്നു. വാർഡ് 9 സഖാവ് ആർ അനീഷ് കഴിഞ്ഞ ഭരണസമിതിയിൽ മികച്ച
വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ആ വാർഡിൽ 9ാം വാർഡിൽ വികസന രംഗത്ത് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ആറനീക്ക വീണ്ടും ഇപ്രാവശ്യം 9ാം വാർഡിൽ നിന്ന് ജനവിധി എടുക്കുകയാണ് സഖാവ് അനീഫ്. വാർഡ് 10 സഖാവ് ബിനു പീറ്റർ. നമുക്കറിയാം മുതലപ്പുഴി കൃഷി മാർഗം, ആ കൃഷി മാർഗത്തിന്റെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്ന നിർമ്മാണ അപാകതകൾക്കെതിരെ അവിടെ നടത്തിയ ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച സഖാവ് ബിനു പീറ്റർ. സഖാവ് ബിനു പീറ്ററാണ് 10ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. സഖാവ് ബിനു പീറ്റർ. അതുപോലെ വാർഡ് 11 നിന്ന് മത്സരിക്കുന്നത് സഖാവ് സഫീദ നജീബാണ്. ഒറ്റപ്പുര വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഈ പഞ്ചായത്തിൽ ഒരു തവണ വാർഡ് മെമ്പറായും അതുപോലെ തന്നെ ചിറങ്ങി സർവീസ് സഹകരണ ബാങ്കിൽ ഒരു തവണ ബോർഡ് മെമ്പറായും അതുപോലെ ADS-ന്റെ ഭാരവാഹിയായും ഒക്കെ ഉജ്ജ്വലമായ നേതൃത്വ പാഠമുള്ള സഖാവ് സഫീദ നജീബ്. അതുപോലെ വാർഡ് 12 പെരുമാത്ര സഖാവ് ഷഫീറ, ADS-ന്റെ ഭാരവാഹി, അതുപോലെ തന്നെ ദീർഘകാലം ADS-ന്റെ സെക്രട്ടറിയായും അതിന്റെ പ്രസിഡന്റായും അതുപോലെ നല്ല ഒരു ആതുര സേവന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആശാ പ്രവർത്തക കൂടിയാണ് സഖാവ് ഷഫീർ. മറ്റൊന്ന് വാർഡ് 13 പൊഴിക്കര നിന്ന് മത്സരിക്കുന്നത് സഖാവ് ദീപ്തി KS ആണ്. അവിടെ സമ്മേളന മണ്ഡലമാണ്, പട്ടികജാതി സമ്മേളന മണ്ഡലമാണ്. സഖാവ് തീസാറിന്റെ പത്നി കൂടിയാണ് സഖാവ് ദീപ്തി KS. വാർഡ് 14 മുതലപ്പുഴയിൽ നിന്നും ജനവിധി തേടുന്നത് സഖാവ് പ്രിൻസ് റിച്ചാർഡാണ്. സഖാവ് പ്രിൻസ് റിച്ചാർഡ് ഈ മുതലപ്പുഴയിലെ മത്സ്യബന്ധന പ്രവർത്തനവുമായി ഏർപ്പെട്ട നിരന്തരമായ സമര പോരാട്ടങ്ങളിലെല്ലാം നമ്മളോടൊപ്പം നിൽക്കുന്ന സഖാവ് പ്രിൻസ് റിച്ചാർഡ് ആ താഴെപ്പള്ളി മുതലപ്പുഴ വാർഡിൽ നിന്ന് ജനവിധി തേടുക. വാർഡ് 15 അരതിരുത്തി പട്ടികജാതി സംവരണ വാർഡാണ്, സ്ത്രീ സംവരണ വാർഡാണ്. പട്ടികജാതി സ്ത്രീ സംവരണ വാർഡിൽ നിന്ന് ജനവിധി തേടുന്നത് ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആശാ പ്രവർത്തകരിൽ ഒരാളാണ് വാർഡ് 16 പുതുക്കരിയിൽ മത്സരിക്കുന്നത്. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പട്ടികജാതി വനിതാ സംവരണ വാർഡാണ്. സഖാവ് എൻ നിർമ്മലയാണ്. ഒരു ഏറ്റവും മികച്ച പ്രവർത്തനം നമ്മുടെ സാർക്കര UP സ്കൂളിലെ അവിടുത്തെ ഒരു ജീവനക്കാരി എന്ന നിലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സഖാവ് M നിർമ്മല. വാർഡ് 17 പണ്ടകശാലയിൽ നിന്ന് മത്സരിക്കുന്നത് മുൻ ഈ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ഒരു തവണയും അതുപോലെ ചിറങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി അതുപോലെ കർഷക സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം നേതൃത്വപരമായി പങ്കുവയ്ക്കുന്ന സഖാവ് S സിന്ധു. വാർഡ് 18 ആലത്തവട്ടം സഖാവ് MG മത്സരകുമാറാണ്. അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് അദ്ദേഹം യോഗയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് യോഗയുടെ ഒരു മാസ്റ്റർ ആണ്. അദ്ദേഹമാണ് നമുക്ക് MG മത്സരകുമാറാണ് ആലത്തവട്ടം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. അതുപോലെ കലാഭൂഷണിയിൽ മത്സരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ 3 തവണ CDS ചെയർപേഴ്സൺ ആയിരുന്നു. അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ഈ പഞ്ചായത്തിന്റെ ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിലെ നമ്മുടെ പഞ്ചായത്ത് പ്രദേശം വരുന്ന ബ്ലോക്ക് ഡിവിഷനുകളുടെ സ്ഥാനാർത്ഥികളാണ്. അത് ചിറങ്ങര ഡിവിഷനിൽ മത്സരിക്കുന്നത്. ഈ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതുപോലെ നമ്മുടെ ശാസ്ത്ര UP സ്കൂളിലെ ജീവനക്കാരിയാണ് സഖാവ് ബീജ സുരേഷാണ്. ചിറങ്ങര ഡിവിഷനിൽ നിന്ന് ശാർക്കര ഡിവിഷനാണ്. ശാർക്കര ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്നത് ദീർഘകാലം DYFIയുടെ ചിറങ്ങര പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായും അതുപോലെ തന്നെ DYFIയുടെ ഏരിയ ഭാരവാഹിയായും ദീർഘ സന്ദർഭങ്ങളിൽ നമ്മുടെ റെഡ് വോളണ്ടിയേഴ്സിന്റെ ക്യാപ്റ്റനായി ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള അതുപോലെ കടക്കാവ് ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്നത് കഴിഞ്ഞ ദീർഘകാലമായി നമ്മുടെ പൊതുപ്രവർത്തന രംഗത്ത് നിരവധി മേഖലകളിൽ തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച സഖാവ് P മണികണ്ഠൻ. അദ്ദേഹം ഈ നമ്മുടെ പഞ്ചായത്തിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയില് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. CPIM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. സഖാവ് കയർത്തൊഴിലാളികളുടെ നേതാവാണ്. സഖാവ് P മണികണ്ഠനെ അഞ്ചിതര ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവ് BN സൈറ്റുരാജ്.
സൈദ്യരാജ് നമുക്കറിയാം സംഗീത നാടക അക്കാദമിയുമായി ബന്ധപ്പെട്ട അത് ജില്ലാ സെക്രട്ടറിയാണ് സഖാവ് BN സൈദ്യരാജ്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ 5 പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. നല്ല ഒരു കലാകാരനാണ്. ഇപ്പോൾ അദ്ദേഹം സിനിമ നടൻ കൂടിയാണ്. സിനിമയിൽ അഭിനയിച്ച് ഒരു സിനിമയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് സഖാവ് BN സൈദ്യരാജ്. കാർഷിക വികസന ബാങ്കിന്റെ ബോർഡ് അംഗം കൂടിയാണ്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാണ്. 2 സ്ഥാനാർത്ഥികളാണ് നമ്മുടെ പഞ്ചായത്തിനുള്ളിൽ വരുന്നത്. അതിൽ കിഴുവരം ഡിവിഷൻ, അതായത് ചാർക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ഉൾക്കൊള്ളുന്നതാണ് ഈ കിഴുവരം ഡിവിഷൻ. കിഴുവരം ഡിവിഷനിൽ മത്സരിക്കുന്നത് CIPന്റെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ പാർട്ടിയുടെ ഏരിയ സെന്റർ അംഗവും അതോടൊപ്പം തന്നെ എന്നോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്ന സഖാവ് അഞ്ചുതല സുരേന്ദ്രനാണ്. ചിറങ്ങി ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്നത് സഖാവ് S ഷീലയാണ്. ഷീലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അപരിചിതമല്ല. സഖാവ് ഷീല കയറ്റൂർനാട് യൂണിയന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അതുപോലെ തന്നെ 3 പ്രാവശ്യം കടക്കാവ് പഞ്ചായത്തിന്റെ ജനപ്രതിനിധിയായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഇപ്പോൾ കടക്കാവ് പഞ്ചായത്തിന്റെ നിലവിൽ കടക്കാവ് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. സഖാവ് ഷീല എസിന് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത്രയും സ്ഥാനാർത്ഥികളാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പഞ്ചായത്ത് മേഖലയിൽ നിന്ന് ജനവിധി തരുന്നത്. ഇവിടെ നമ്മുടെ MLA ഭാരം അർപ്പിച്ച് സ്വീകരിച്ചു. അവരെ എല്ലാവരെയും നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്.